ന്യൂസ് നൈറ്റിലേക്ക് DC ബുക്സിനും സന്ദീപാനന്ദഗിരിക്കും നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. സന്ദീപാനന്ദയെ ആക്രമിച്ച കേസിൽ 3 RSS പ്രവർത്തകർ പിടിയിലായി. അമൃതാനന്ദമയി മഠത്തെ ആത്മീയ സംവാദത്തിന് വെല്ലുവിളിക്കുന്നതായി സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു. താൻ പറയുന്നത് ഭാരതീയമല്ലെങ്കിൽ സന്യാസി വേഷം അഴിക്കാൻ തയ്യാറാണെന്നും സന്ദീപാനന്ദ ഇന്ത്യ വിഷനോട് പറഞ്ഞു. ആൾദൈവങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് നിരന്തരം ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്വാമി സന്ദീപാനന്ദഗിരി അമൃതാനന്ദമയി മഠത്തെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. അമൃതാനന്ദമയി മഠത്തിലെ ഉത്തരവാദപ്പെട്ട ആരുമായും തുറന്ന ആത്മീയ സംവാദത്തിന് തയ്യാറാണെന്ന് സന്ദീപാനന്ദഗിരി വ്യക്തമാക്കി. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആര് വേണമെങ്കിലും, രാഹുൽ ഈശ്വർ അല്ലല്ലോ അമൃതാനന്ദമയിയുടെ ശിഷ്യൻ, ആ അല്ലാത്ത ആളുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരുമായിട്ടോ നമ്മളൊരു ഓപ്പൺ ഡിസ്കഷന് തയ്യാറാണ്. RSSകാരന്റെ P പരമേശ്വരൻ വിളിക്കൂ, നിങ്ങൾ ഓപ്പൺ ഡിസ്കഷന് നമ്മൾ തയ്യാറാണ്. നമ്മൾ പറയുന്നത് ഭാരതീയമല്ല എന്ന് പറയാൻ സ്ഥാപിക്കാൻ സാധിച്ച അന്ന് ഈ തുണി ഊരി വെക്കാം. മഠത്തെ ആത്മീയ സ്ഥാപനമായി കരുതാനാകില്ല. വരി നിന്ന് കെട്ടിപ്പിടിക്കുന്നതല്ല ആധ്യാത്മികത. മഠത്തിന് കച്ചവട താൽപര്യങ്ങളും തട്ടിപ്പുകളുമുണ്ട്. മലയാളികൾ പൂജാമുറിയിൽ ആൾദൈവങ്ങളെ വെച്ച് ആരാധിക്കുകയാണ്. ആധുനിക മലയാളിയുടെ പൂജാമുറി ആൾദൈവങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്നു. ഇതില് സായിബാബയുടെ ആളുകളൊന്നും വന്ന് നമ്മളോട് ഇതുവരെ ഒരു അനാവശ്യമായ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. അവർക്കും പറയാലോ, അവരും ഈ ഫോട്ടോ ഒക്കെ വെക്കുന്നവരെ അവരാരും സംസാരിച്ചിട്ടില്ല. ശ്രീ രവിശങ്കറിന്റെ ആളുകളും വന്നിട്ട് പറഞ്ഞിട്ടില്ല. ഇവര് മാത്രം എന്തിനാ നമ്മള് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അമൃതാനന്ദമയി മഠത്തിൽ നിന്നും RSSൽ നിന്നും വധഭീഷണിയുണ്ടെന്ന് പരാതി നൽകിയിട്ടും പോലീസ് സംരക്ഷണം കിട്ടിയില്ലെന്നും ഇന്നലെ പോലീസ് എത്തിയിരുന്നെങ്കിൽ ആക്രമണം ഉണ്ടാകില്ലായിരുന്നുവെന്നും സന്ദീപാനന്ദഗിരി വ്യക്തമാക്കുന്നു. സുവി വിശ്വനാഥൻ, മലപ്പുറം, ഇന്ത്യ വിഷൻ. ന്യൂസ് നൈറ്റ് ചർച്ചയിൽ ശ്രീ രവി DC, ശ്രീ N പത്മനാഭൻ, ശ്രീ സച്ചിദാനന്ദൻ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സക്കറിയ തുടങ്ങിയ ആളുകൾ പങ്കെടുക്കുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി ടെലിഫോൺ ലൈനിൽ. ശ്രീ സന്ദീപാനന്ദഗിരി, താങ്കൾ മിനിയാന്ന് നടന്ന പ്രഭാഷണത്തിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ചില ആളുകളെ അധിക്ഷേപിച്ചു. അതിന്റെ ഭാഗമായി ഇന്നലെ ചില ആളുകൾ താങ്കളെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പത്ര റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? താങ്കൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആളുകളെ അവഹേളിച്ചോ? കേൾക്കാം. ഇവിടെ തുഞ്ചൻ പറമ്പിൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇവിടെ തുഞ്ചൻ പറമ്പില് ഭാരതീയൻ 2014 എന്ന് പറഞ്ഞ് ഭാരതീയത്തിന്റെ ഭാഗവതം, ഉപനിഷത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പ്രഭാഷണ വിഷയമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലം തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം രാമായണത്തിന്റെ ഒരു ആചാര്യന്റെ നാട് എന്നുള്ള നിലയിൽ, ആ തപോഭൂമി എന്നുള്ള നിലയിലാണ് ഇത് തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം. ഇവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രഭാഷണം തുടങ്ങിയ ഉടനെയാണ് 15-20ഓളം വരുന്ന ആളുകൾ സ്റ്റേജിലേക്ക് കയറി വന്ന് ആദ്യം തന്നെ ജുബ്ബ പിടിച്ച് കീറി വലിച്ച് എടുത്ത് ഒരു ചവിട്ടിന് താഴേക്ക് മറിച്ചിട്ട് പിന്നെ പൊതിരെ അടിയായിരുന്നു. മൈക്ക് സ്റ്റാൻഡ് എടുത്ത് തലയ്ക്ക് അടിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് ഓടേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഓടിയിട്ട് ചെയർമാന്റെ MT വാസുദേവൻ നായരുടെ മുറിക്കകത്തേക്ക് കയറി ബോൾട്ട് ഇട്ടപ്പോഴേക്ക് ഇവർ അതും ചവിട്ടി പൊളിച്ച് അങ്ങനെ 2 മുറികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി 2 ബോൾട്ട് ഇട്ടിട്ടാണ് സുരക്ഷിതനായിട്ട് നമ്മൾ നിന്ന്. അപ്പോഴേക്കും നമ്മളൊരു പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഇതിലിപ്പോൾ 3 പേരാണ്, താങ്കളെ ആക്രമിച്ച സംഘത്തിൽപ്പെട്ട 3 പേരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഈയിടെ നടന്ന വിവാദത്തിൽ കൃത്യമായൊരു നിലപാടെടുത്ത ആളാണ്. അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ താങ്കൾ പറയുകയും അതിന്റെ ഭാഗമായി താങ്കൾക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു. ഇന്നലെ നടന്ന സംഭവം വളരെ ആസൂത്രിതമാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിൽ പ്രകോപിതരായ ചില ആളുകൾ താങ്കളെ ഉപദ്രവിച്ചതാണോ? അല്ലല്ല, ഇത് വയനാട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. വയനാട്ടിൽ വെച്ച് നമ്മൾ വയനാട്ടിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് തിരൂര് തുഞ്ചൻ പറമ്പിൽ നമ്മൾ ആക്രമിക്കപ്പെടും എന്ന് അവിടെയുള്ളവർ പറയുന്നു. ഇവിടെയുള്ള ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ സംഘാടകർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു ഇവിടെ. അതിൽ പെട്ട ഒരു സ്ത്രീയാണ്. അവര് തന്നെ പറഞ്ഞു ഇത് പരിപാടി ഇവിടെ നടത്താൻ പറ്റില്ല എന്നിവരൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നിങ്ങളൊക്കെ മാറി നിൽക്കുക, ഞങ്ങളിത് നടത്തിക്കോളും, തുഞ്ചൻ പറമ്പല്ലേ, പോലീസ് സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ എന്നിട്ട് അവർ കൂടെ നിന്ന് ഈ ഒരു ഇത് നടക്കുകയായിരുന്നു. കാരണം ഇവർക്കറിയാം ഇവർ ഇവിടെ നമ്മളെ കോലം കത്തിക്കുമെന്നും ഇതുപോലെ ഒരു അറ്റാക്ക്, വളരെ ശക്തമായ ഒരു അറ്റാക്ക് ഒരു സ്ഥലത്ത് നടത്തും, അത് മലപ്പുറം ജില്ലയിലായിരിക്കും എന്നൊക്കെ ഇവർ പലരും പലയിടത്തും ഇവർ പറയുന്നുണ്ട്. ഇത് വളരെ
ഇത് നമ്മുടെ പ്രഭാഷണ വിഷയത്തിൽ ഇതൊന്നും വരുന്നില്ല. പ്രഭാഷണ വിഷയം തന്നെ വേറെയാണ്. അമൃതാനന്ദമയി മഠം അല്ല വിഷയം, പ്രഭാഷണ വിഷയം. പക്ഷെ നമ്മൾ ഇതുവരെ പ്രഭാഷണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ദൈവങ്ങൾക്കെതിരായിട്ട്, അതുപോലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് പ്രഭാഷണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം, ദയവായി തുടരണം. ശ്രീ രാഹുൽ ഈശ്വർ, ആൾ ദൈവങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി സംസാരിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം മാറിയോ? ഓരോ ആളുകൾക്കും അവരുടേതായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുമല്ലോ. അത് പ്രകടിപ്പിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായി തീരും അവരുടെ ജീവിതത്തിന് എന്ന സന്ദേശം കൊടുക്കുന്നത് ആരാണ്? എന്താണ് അതിന്റെ ഉദ്ദേശ്യം? തീർച്ചയായും അത് കൊടുക്കരുത്. DC ബുക്സിനെതിരെയും സ്വാമി സന്ദീപാനന്ദഗിരിക്കെതിരെയുമുള്ള ആക്രമണം അപലപനീയമാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. DC ബുക്സ് കേരളത്തിന്റെ അഭിമാനമാണ്. സന്ദീപാനന്ദഗിരിയോട് ചില വിഷയങ്ങളിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളോട് എതിരഭിപ്രായം ഉണ്ടെങ്കിലും, ഒരിക്കലും കാവിയിട്ട ഒരു സന്യാസി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷേ ഇത് ആരാണെന്ന് കണ്ടുപിടിച്ച് തെളിയിക്കണം. ഒരു വിശ്വാസിയും ഇതിന്റെ കൂടെ നിൽക്കില്ല. പക്ഷെ ഇത് പ്രകോപനം രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. തീർച്ചയായും എതിരഭിപ്രായം പ്രകടിപ്പിക്കണം. ആശയം കൊണ്ട് നേരിടാൻ ഞങ്ങൾ സജ്ജരാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് വേദനയും വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഖേദമുണ്ട്. പക്ഷെ ഇത് ആരാണെന്ന് തെളിയിക്കണം. ഈ ആക്രമിച്ചവരാണ്, ആരാണെന്ന് എനിക്കറിയില്ല, ഈ ആക്രമിച്ചവരാണ് ഗെയിൽ ട്രെഡ്വെലിനെക്കാട്ടി കൂടുതൽ ഡാമേജ് ഹിന്ദു സമൂഹത്തിന് ചെയ്യുന്നത്. കാരണം നമുക്ക് ആശയം കൊണ്ട് തിരിച്ചു പറയാൻ ശക്തിയില്ല എന്നുള്ള ധാരണ അത് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കും. അതുകൊണ്ട് രാഹുൽ ഈശ്വർ, ഇവിടെ ഈ ആക്രമിച്ച 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവർ 3 പേരും RSS പ്രവർത്തകരാണ്. അത് പോകട്ടെ, ഈ ആശയം കൊണ്ട് നേരിടുക, ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ആ നിലയ്ക്ക് പ്രതിരോധിക്കുക എന്ന കാര്യമേ നടക്കുന്നില്ലല്ലോ. ഒന്ന്, അങ്ങേയറ്റം മോശമായ രീതിയിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ, ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നതിനപ്പുറത്ത് സംവാദാത്മകമാക്കാൻ, ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് അമൃതാനന്ദമയി മഠം ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടേയില്ല. ആ മഠത്തിന്റെ ഭാഗമായി ആരും സംസാരിക്കാൻ പോലും ഈ നിമിഷം വരെ തയ്യാറായിട്ടുമില്ല. അമൃതാനന്ദമയി മഠം ഒരു ഡിബേറ്റിംഗ് ക്ലബ് അല്ല. അവർ ഡിബേറ്റിന്റെ പാതയിലൂടെ പോകുന്നവരുമല്ല. സന്ദീപാനന്ദഗിരി സ്വാമിജിക്ക് സംവാദം വേണമെങ്കിൽ തീർച്ചയായും എന്നെ പോലുള്ള അദ്ദേഹത്തെക്കാൾ വളരെ താഴെ നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശാല താല്പര്യങ്ങളും സെക്കുലറിസവും ഒരേപോലെ സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർ N. ഗോപാലകൃഷ്ണനെ പോലെ ആശയപരമായി വളരെ ഉന്നതത്തിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. തീർച്ചയായും അമൃതാനന്ദമയോട് ഇതിന്റെ പിന്നിലില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരുപക്ഷെ തലതിരിഞ്ഞ വഴിതെറ്റിപ്പോയ ഏതെങ്കിലും തീവ്ര സ്വരക്കാർ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. പക്ഷെ അതിന്റെ പേരിൽ അത് മുഴുവൻ സമുദായത്തിന്റെയോ ഏതെങ്കിലും സംഘടനയുടെയോ തലയിൽ കെട്ടിവെക്കേണ്ട. ഇത്തരം പ്രവണതകൾ എല്ലാ സമൂഹത്തിലും തീവ്രസ്വരക്കാരുള്ളതുപോലെ ഹൈന്ദവ സമൂഹത്തിലുമുണ്ട്. ഇതിനൊരു സംവാദത്തെ ആരും ഭയക്കുന്നില്ല. മാത്രമല്ല, ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിലും ഹൈന്ദവ സമൂഹം ഉണർന്നെണീക്കുകയും സന്ദീപാനന്ദ ഗുരു സ്വാമിജിയുടെ ഗുരുവായ ചിന്മയാനന്ദ സ്വാമിജിയുടെ മിഷനിൽ നിന്നടക്കം അമൃതാനന്ദമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിശക്തമായി മുമ്പോട്ട് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു സംവാദത്തെ ഭയക്കുന്നില്ല. ആശയം കൊണ്ട് എതിർക്കുകയും, ഞാനിപ്പോ അമേരിക്കയിലാണ്, അമേരിക്കൻ സമൂഹത്തിനടക്കം അമൃതാനന്ദമയെ കൊണ്ട് തെറ്റിദ്ധാരണ തിരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനാർഹമായി തന്നെ കാണുന്നു. മടങ്ങി വരാം. ശ്രീ സന്ദീപാനന്ദഗിരി, അങ്ങനെയാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത്? കൂട്ടം തെറ്റിപ്പോയ തീവ്ര ചിന്താഗതിക്കാരായ ചില ആളുകൾ നടത്തുന്ന അപലപനീയമായ കാര്യങ്ങൾക്ക് അമൃതാനന്ദമയി മഠത്തിനോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്കോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുമോ? ഒപ്പം ഹിന്ദു സമുദായം വിശാലമായി ഈ ആരോപണങ്ങളെയൊക്കെ ഒറ്റക്കെട്ടായി നേരിടുന്നു എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുമോ? ഇവിടെ ഒരു തുറന്ന സംവാദത്തിന്, അതായത് ഒരു തുറന്ന സംവാദത്തിന്, ചാനലിൽ ലൈവായിട്ടുള്ള ഒരു തുറന്ന സംവാദത്തിന് സ്വാമി തയ്യാറാണ്, സന്ദീപാനന്ദഗിരി സ്വാമി തയ്യാറാണ്. പക്ഷെ അത് രാഹുൽ ഈശ്വറിനോടല്ല, അത് അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല. പക്ഷെ അവർക്കൊക്കെ സ്വീകാര്യനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരിയും അതുപോലെ തന്നെ RSSന്റെ മുഖ്യ തലപ്പത്തിരിക്കുന്ന P. പരമേശ്വർജിയും പിന്നെ സന്ദീപാനന്ദഗിരിയും, ഞങ്ങൾ 3 പേരും ഇരുന്നു കൊണ്ട് നമുക്ക് ഇവർ ഈ 2 പേര്, P. പരമേശ്വർജി RSSന് ഗുരുതുല്യനാണ്, സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ ഇവർക്ക് ധർമ്മരക്ഷയുടെ ഏറ്റവും വലിയ ആളായി നിന്ന് സംസാരിച്ചിട്ടുള്ള ഈ 3 പേരും, അതായത് അവർ 2 പേരും സ്വാമിയും നമ്മളും, ഈ സന്ദീപാനന്ദഗിരി, ചിദാനന്ദപുരി സ്വാമി, P. പരമേശ്വരൻ. പിന്നെ നിങ്ങൾ ആരെങ്കിലും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചിലത് ചോദിക്കാനുണ്ട് ഇവരോട്. എന്താണ് സന്ദീപാനന്ദഗിരി ധർമ്മവിരുദ്ധമായി പറയുന്നത്, എന്താണ് എന്നുള്ളത് ഈ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറയട്ടെ. അവർ വലിയ ഗുരുസ്ഥാനം വഹിക്കുന്നവരാണല്ലോ. നമുക്കും അതെ, 2 പേരും ആചാര്യന്മാർക്ക് സമന്മാരായിട്ടുള്ളവരാ. 2 പേരെയും, പരമേശ്വർജിയെയും
ചിദാനന്ദപുരി സ്വാമികളെയും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് നമ്മൾ. അതുകൊണ്ട് ഈ രണ്ടുപേരോട്, ഇവർ പക്വതയുള്ളവരാണ്, ഇവർക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയുമുണ്ട്. രാഹുൽ ഈശ്വറിന് നിലയും വിലയും ഇല്ല എന്ന് ഇതിൽ അർത്ഥമില്ല. പക്ഷെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവരെ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. റൈറ്റ്, അതാണ് താങ്കളുടെ വാദം. ഞാൻ മടങ്ങി വരാം, ദയവായി തുടരണം. ശ്രീ രവി DC, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം എന്നതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഈ പുസ്തകം വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല. DC ആ പുസ്തകത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായി അതിലുള്ളടങ്ങിയിരിക്കുന്ന സന്ദേശം എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ താങ്കളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ പെൻഗ്വിൻ ചെയ്തത് മാതിരി ഈ പുസ്തകം പിൻവലിക്കുക എന്ന ഒരു താല്പര്യം ഉണ്ടായിരിക്കാം. അങ്ങനെ ഒന്നിന് ഈ ഭീഷണിക്ക് മുന്നിൽ DC വഴങ്ങുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട 1-2 പേർ എന്നെ കണ്ടിരുന്നു. ഞാനന്ന് പറഞ്ഞൊരു കാര്യം ഇത്രയാണ്: ഈ പുസ്തകം സംസാരിക്കട്ടെ, തിരിച്ച് ആശയപരമായി എന്തെങ്കിലും നിങ്ങൾക്ക് നേരിടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് DC ബുക്സ് ആ ആശയവും അല്ലെങ്കിൽ അതും ജനങ്ങളുടെ മുമ്പിൽ, വായനക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ തയ്യാറാണെന്നുള്ളൊരു മറുപടിയാണ് DC ബുക്സ് കൊടുത്തത്. ഇതിൽ ശ്രീ രവി DC, പെൻഗ്വിൻ ബുക്സ് വെഡ്ഡി ഡോണിഗറുടെ പുസ്തകം പിൻവലിക്കാൻ ആധാരമായ കാരണമായി സൂചിപ്പിച്ചത് അവരുടെ ബുക്ക് സ്റ്റോളുകൾക്ക് സുരക്ഷ കിട്ടുന്നില്ല, അതുപോലെ തന്നെ അവരുടെ ജീവനക്കാരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ നിയമം IPC 295A അനുസരിച്ചുള്ള കേസിലും ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നോട്ട് പോകുന്നു എന്ന വിശദീകരണമാണ് വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഇതിൽ കേസിന്റെ ഒരു സാധ്യതയുണ്ട്, നിങ്ങളുടെ സ്റ്റോളുകൾക്കും നിങ്ങളുടെ ജീവനക്കാർക്കും ഭീഷണി ഉണ്ടാകാം, ഈ സാഹചര്യം ഒരു തരത്തിലും ഭയപ്പെടുത്തുന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാബോധം തീർച്ചയായിട്ടും ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. പെൻഗ്വിനുമായിട്ടൊക്കെ ഇക്കാര്യം ഇടയ്ക്ക് സംസാരിച്ചപ്പോഴും അത്തരത്തിലൊരു ഭീഷണി കേരളത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഈ ഒരു പുസ്തകത്തിന്റെ കാര്യത്തിൽ ഒരു മതവികാരവും ഞങ്ങൾ ഇളക്കി വിടുന്നില്ല. മറിച്ച് ഈ പുസ്തകം ഹിന്ദുമതത്തെയോ മറ്റോ ഒരു മതത്തെയോ പറ്റി മതത്തെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മതത്തെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ആസ്ഥാനത്താണ്. അങ്ങനെ ഒരു വാചകം പോലും ഈ പുസ്തകത്തിലുള്ളതായിട്ട് തോന്നുന്നില്ല. റൈറ്റ്. ശ്രീ രാഹുൽ ഈശ്വർ, പക്ഷേ ഒരു സംവാദത്തിന്റെ സാധ്യത എവിടെയാണ് എന്ന പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ ശ്രീ രവി DC പറയുന്നു കേരളമാണ് എന്ന സുരക്ഷിതത്വ ബോധം അദ്ദേഹത്തിന് ഉണ്ട് എന്ന്. പക്ഷേ ഈ കേരളത്തിലാണ് സന്ദീപാനന്ദഗിരി ആക്രമിക്കപ്പെട്ടത്, ഈ കേരളത്തിലാണ് DC ബുക്സിന്റെ സ്റ്റോളുകൾ ആക്രമിക്കപ്പെട്ടത്, DC ബുക്സിന്റെ ഉടമസ്ഥന്റെ വീട് ആക്രമിക്കപ്പെട്ടത്. അങ്ങനെയുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. സംവാദത്തിനുള്ള എന്ത് സാധ്യതയാണ് ഉള്ളത്? തീർച്ചയായും സംവാദത്തിന് വരുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത് ജിഹാദാണ്, ഇത് അമേരിക്കൻ ഫണ്ടാണ് എന്ന് പറയുകയല്ല സംവാദത്തിന്റെ രീതി. ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിനപ്പുറം ചെന്ന് കായികമായി നേരിട്ട് കളയും എന്നതിലേക്ക് കാര്യങ്ങൾ എവിടെ വെച്ചാണ് പോകുന്നത്? സന്ദീപാനന്ദഗിരി പറഞ്ഞതുപോലെ സംവാദത്തിന് ഇവിടെ ആരും ഭയക്കുന്നില്ല. അദ്ദേഹത്തിന് ചില വ്യക്തികളെ സംവാദത്തിന് താല്പര്യമില്ലാത്തതുപോലെ അദ്ദേഹത്തിനെ പലർക്കും സംവാദത്തിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് പരമേശ്വർജിയെ പോലുള്ളവർ അതിന് പ്രതികരിക്കാതിരിക്കുന്നത്. 2, ഇത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞത് നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനായ VS അച്യുതാനന്ദൻ വിദേശത്ത് നടക്കാൻ നമ്മുടെ നാട്ടിൽ ആത്മീയ നേതാക്കൾ ഉയർന്നു വരുമ്പോൾ അവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് ഹിന്ദുത്വവാദികളല്ല. മാത്രമല്ല, ലഭ്യമായ പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതിന് പിന്നിൽ പല ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൂചകമായ പല തെളിവുകളുമുണ്ട്. കായികമായി ആക്രമിക്കുന്നതിനെ ആരും യോജിക്കുന്നില്ല, പ്രത്യേകിച്ച് രവി DC പോലുള്ള വ്യക്തി. ഞാൻ ശ്രീ രവിശങ്കർജിയുടെ തൃശൂർ പരിപാടിയിൽ പോലും അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞങ്ങളെല്ലാം ആരാധിക്കുന്ന, ആദരിക്കുന്ന DC എന്ന പ്രസ്ഥാനത്തിന്റെ ആളാണ്. പക്ഷെ ഇവിടെ സംവാദം എന്ന് പറയുമ്പോൾ പ്രകോപനപരമായ പ്രസ്ഥാനങ്ങൾ 2 ഭാഗത്തു നിന്നും ഒഴിവാകണം. ഏതെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ വികാര തീവ്രതയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സമുദായത്തിന്റെ പേരിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. സംവാദത്തിലൂടെ ഞങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണെന്ന് മാത്രമല്ല, ധർമ്മരക്ഷാ സംഗമം പോലെ ലക്ഷത്തോളം പേർ പങ്കെടുത്ത ഇന്ത്യയിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാരും ശ്രദ്ധിച്ച അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഞങ്ങൾക്ക് തീർച്ചയായും ആശയം മുമ്പോട്ട് വെക്കാനും ഞങ്ങളുടെ ആശയം ജനങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുമുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് സംവാദം തീർച്ചയായും സ്വീകാര്യമാണ്. ചിദാനന്ദപുരി സ്വാമിജി ഇത് കേൾക്കുകയാണെങ്കിൽ ആ സംവാദം ഏറ്റെടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അദ്ദേഹം ഗംഭീരമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ സന്ദീപാനന്ദഗിരി സ്വാമിയോടുള്ള വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന, ചിലപ്പോഴെങ്കിലും അദ്ദേഹം ഗാലറിക്ക് വേണ്ടി കളിക്കുന്നു. പ്ലേയിങ് ടു ദി ഗാലറി ഉണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണെന്നും പുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണെന്നും ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. എനിക്ക് അഭിപ്രായമില്ല, എന്നിരുന്നാൽ പോലും ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സമചിത്തതയോട് കണ്ട് ഇതൊരു അവസരം മുതലാക്കുകയാണ് എന്നുള്ള ചിന്തയില്ലാതെ
ആത്മീയ മേഖലയിൽ നിൽക്കുന്നവർ പരസ്പരം കരിവാരി തേക്കാതെ മുമ്പോട്ട് പോകണം. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിലപാട്. ശ്രീ സക്കറിയ, സാഹിത്യകാരൻ ടെലിഫോണിൽ. ശ്രീ സക്കറിയ, കേരളത്തിൽ അസഹിഷ്ണുത എല്ലാ സീമകളും വർദ്ധിച്ച് ഉയരുകയാണോ? പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് പ്രസാധകൻ ആക്രമിക്കപ്പെടുന്നു, അഭിപ്രായം പറഞ്ഞതിന് ആത്മീയ നേതാവ് തന്നെയായ സന്ദീപ് ആനന്ദഗിരി ആക്രമിക്കപ്പെടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തെ നോക്കിക്കാണുന്നത്? അതെ, അസഹിഷ്ണുത എല്ലാ മേഖലകളിലും, ഈ ആധ്യാത്മിക മേഖലകളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും അത് വർദ്ധിച്ചു വരികയാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ അസഹിഷ്ണുതയുടെ വളരെ പ്രശസ്തരും പ്രമുഖരുമായവരിൽ നിന്ന് അതിന്റെ മാതൃകകളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യർ അതിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പൊ ഇവിടെ അഭിപ്രായം, ഇപ്പം DC ബുക്സിന്റെ മേൽ നടന്ന ആക്രമണം, രവി DC-യുടെ വീടിന്മേൽ നടന്ന ആക്രമണം എന്നൊക്കെ ഉള്ളത്, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ അസഹിഷ്ണുത കൊണ്ട് നേരിടുന്നതിന്റെ ഏറ്റവും മോശമായ ഒരു ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അത് വളരെ അപകടകരമായ ഫാഷിസമാണ്. പുസ്തകശാലയിൽ കയറി പുസ്തകം അലമാരികൾ തട്ടിമറിച്ച് പുസ്തകം വലിച്ചു കീറുക എന്നൊക്കെ ഉള്ളത് അത് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ സമൂഹം, മലയാളികളുടെ സമൂഹം പ്രത്യേകിച്ച് വളരെ പ്രബുദ്ധരായിരുന്നു. ഒരു കാലത്ത് ഒരു നവോത്ഥാനത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ചവരായിരുന്നു നമ്മൾ. പക്ഷെ അതെല്ലാം തകർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ നടക്കുന്നത് പണ്ട് 1930s 30കളിലെ ഹിറ്റ്ലർ യൂത്തും മറ്റും ജർമ്മനിയിൽ ചെയ്തതും മുസോളിനിയുടെ ബ്ലാക്ക് ഷർട്ടുകൾ ഇറ്റലിയിൽ ചെയ്തതും പോലെയുള്ള ഫാഷിസ്റ്റ് പ്രവർത്തനങ്ങളാണ് ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആധ്യാത്മിക കേന്ദ്രങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. തീർച്ചയായും ശ്രീ സക്കറിയ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കേരളമാണ് എന്ന സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടായിരുന്നു. നേരത്തെ ശ്രീ രവി DC അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് കേരളമാണ് എന്നുള്ളത് സവിശേഷമായ എന്തെങ്കിലും അന്തരീക്ഷം ഉണ്ടാക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഇത് കേരളമാണ് എന്നുള്ള ആ സുരക്ഷിതത്വ ബോധം ഇനി ആർക്കും ഉണ്ടാവാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം കാര്യങ്ങൾ ഞാൻ ഇത് വെച്ചുകൊണ്ട് മാത്രമല്ല പറയുന്നത്, വളരെയധികം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നത്. ആ ഒരു സുരക്ഷിതത്വ ബോധം അത് പോയി കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ നവോത്ഥാനം ശ്രീനാരായണനിലും അയ്യങ്കാളിയിലും ഒക്കെ തുടങ്ങി നമ്മൾ KC ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള മഹാന്മാരിലൂടെ വന്നെത്തിയ നവോത്ഥാന മൂല്യങ്ങളും ആധുനികതാ മൂല്യങ്ങളും എല്ലാം പുതിയ സംസ്കാരത്തിന്റെയും പുതിയ ഒരു ഇതും എല്ലാം അടിച്ചുടയ്ക്കപ്പെട്ട് തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ അന്ധവിശ്വാസങ്ങളും ഈ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യരെ ദൈവമാക്കി പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രതിഭാസങ്ങളും ഒക്കെയാണ് ഇവിടെ കൈയേറിയിരിക്കുന്നത്. അതിനകത്ത് മാധ്യമങ്ങളുടെ പങ്കൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി അവിശ്വസനീയമായ ഒരു മൗനം, നിശബ്ദത എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല, മാധ്യമങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ അടിയന്തരാവസ്ഥയൊക്കെ നമ്മൾ മറക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാതെ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ശ്രീ സക്കറിയ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അഭിപ്രായം പറയുന്നതിനെ, വിയോജിപ്പിനെ കായികമായി നേരിടുക എന്നുള്ള രീതി മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ ഫാസിസത്തിന്റെ രീതി കേരളത്തിൽ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികൾ നിശിതമായ വിമർശനത്തിന്റെ മുനയിൽ നിന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വേണമെങ്കിൽ ഒടുവിലായി എടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. മതമാണ് വിമർശിക്കപ്പെടുന്നത്. മതം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെറുതായി പോലും അലോസരപ്പെട്ടുകൂടാ, ചെറിയ ഒരു വിമർശനം പോലും ഉയർന്നുകൂടാ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഒന്നുണ്ടായാൽ, അതിന് മറുഭാഗത്ത് നിന്ന് അസഹിഷ്ണുത ഉണ്ടായാൽ പൂർണ്ണമായ മൗനം മുഖ്യധാര ദീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അങ്ങനെ തന്നെയാണ്, കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാരയ്ക്ക് മതത്തിൽ നിന്ന് പലതരത്തിലുള്ള ഗുണങ്ങളും മേന്മകളും സാമ്പത്തിക സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ അത് ലഭിക്കുന്നുണ്ട്. അവരുടെ പരസ്യം തൊട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ എല്ലാ മതങ്ങളിൽ നിന്ന്, ഞാൻ ഒരാളിനെ മാറ്റി മാത്രം പറയണ്ട. അപ്പോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വ്രണപ്പെടാൻ കാത്തിരിക്കുന്ന മതങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത്. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വ്രണപ്പെടുകയും ഉടനെ അടിക്കാൻ വടിയെടുത്തിറങ്ങുകയും പിച്ചാത്തി കാണിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എനിക്കറിഞ്ഞുകൂടാ. ദൈവം ഇവരൊക്കെ പറയുന്ന പോലെ ഒരു സ്നേഹമൂർത്തിയും കരുണയുടെയും ദയയുടെയും ഒക്കെ ഒരു പ്രതീകമൊക്കെയാണ് ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ കേരളത്തിലുള്ള ദൈവങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആളുകളെ ആക്രമിക്കുന്ന, വ്രണപ്പെടാനും കോപിക്കാനും
ഭയങ്കരമായി ക്ഷുഭിതരാകാനുള്ള ഒരുതരം ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് അത്ഭുതകരമാണ്. എവിടെയാണ് അപ്പൊ ഏതാണ് ദൈവം എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയാണ് സ്നേഹം? എവിടെയാണ് ഈ പറഞ്ഞ ക്ഷമ, സഹനം? വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. വളരെ പ്രസക്തമാണ്. വളരെ നന്ദി ശ്രീ സക്കറിയ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ രവി DC, ഈ ഒരു സന്യാസിനിയുടെ വെളിപ്പെടുത്തലുകൾ എന്ന DC പ്രസിദ്ധീകരിച്ച പുസ്തകം DC-യുടെ സ്റ്റോറുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്ന് ഒരു കുറിപ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇത് സ്റ്റോറുകളിൽ ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടോ? അങ്ങനെ നിശബ്ദമായൊരു പിൻവാങ്ങൽ ഇക്കാര്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം അത് പ്രദർശിപ്പിക്കേണ്ട ഒരു പുതിയ പുസ്തകം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഈ പുസ്തകം എല്ലാ പുസ്തകശാലകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് DC ബുക്സ് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പുസ്തകം ഇറക്കുന്നത്. DC ബുക്സ് ഒരു സംവാദം വരട്ടെ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായി ഇപ്പൊ TPയുടെ വധം പുസ്തകം കൊണ്ടുവന്നു, അതുപോലെ തന്നെ സിസ്റ്റർ ജസ്മി കൊണ്ടുവന്നു. ഈ എല്ലാ പുസ്തകങ്ങളും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ ഒരു ചർച്ചയ്ക്ക്, ഒരു സംവാദത്തിന് വഴിവെക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് വായനയ്ക്ക് ഉതകുന്ന രീതിയിൽ തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസമാണുള്ളത്. റൈറ്റ്. ശ്രീ N. പത്മനാഭൻ, താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തെ നിരീക്ഷിക്കുന്നത്? കേരളം അഭിപ്രായം പറയാൻ സാധിക്കാത്ത നാടായി മാറിയോ? അങ്ങനെ ഒരു ഫാസിസ്റ്റ് ബോധത്തിന്റെ അതീശത്വം നമ്മുടെ സോഷ്യൽ ഡിസ്കോഴ്സിൽ വന്നിട്ടുണ്ടോ? മിണ്ടാൻ വയ്യാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ? ഇങ്ങനൊരു ഒരവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. അത് ആൾദൈവങ്ങൾക്കെതിരെ മാത്രമല്ല, സാമ്പത്തിക ആൾദൈവങ്ങളുണ്ട്, സാംസ്കാരിക ആൾദൈവങ്ങളുണ്ട്, ഇങ്ങനെ പല രീതിയിലും. ആത്മീയ ആൾദൈവങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെ വലിയൊരു വ്യവസായത്തിന്റെ ഭാഗമാണ്. ആത്മീയ വ്യവസായം അത് സന്ദീപാനന്ദഗിരിയുടെ ചെറുകിട ആത്മീയ വ്യവസായമായാലും അമൃതാനന്ദമയിയുടെയും രവിശങ്കരന്റെയും മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് വലിയതായാലും ഒരു വലിയൊരു വ്യവസായം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യവസായത്തിന് മാധ്യമങ്ങളും ഭരണകൂടവും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അസഹിഷ്ണുതയോടുകൂടിയല്ല, ഒരുതരം അടിച്ചമർത്തലുണ്ട്, മിണ്ടിപ്പോകരുത് എന്നുള്ള രീതിയിൽ ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രത്യേക പെരുമാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനോടൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധം നമ്മൾ ഉണ്ടാകുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ്. മാധ്യമങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്, വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്യേണ്ടത്. ഈ ആത്മീയ വ്യവസായികളും മാധ്യമ മുതലാളിത്തവും തമ്മിൽ ഒരു വലിയ കൂട്ടായ്മ, ഒരു വലിയ പങ്കുകച്ചവടം നടക്കുന്നുണ്ട്. അമൃതാനന്ദമയി ആയാലും സന്ദീപാനന്ദഗിരി ആയാലും രവിശങ്കരനെ ആയാലും എല്ലാവരും ഈ മനുഷ്യന്മാരെ മുഴുവൻ, ഈ ആത്മീയ വ്യവസായികളെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നതും അവരെ കാറ്റർ ചെയ്യുന്നതും മാധ്യമങ്ങളാണ്. അങ്ങനെ മാധ്യമങ്ങളും അവരും തമ്മിലുണ്ടാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിന് ഭരണകൂടവും കൂടി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് വളരെ നമ്മൾ റാഡിക്കൽ ആണെന്ന് കരുതുന്ന ശ്രീ VS അച്യുതാനന്ദൻ പോലും അമൃതാനന്ദമയിയെ കാണുന്നത് ദളിത് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു ദൈവമായിട്ട് ഇങ്ങനെ കാണുന്നൊരവസ്ഥ. അപ്പോൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും കൃത്യമായി ഇത് എവിടെയാണ് നിൽക്കുന്നത്, എന്താണിത് എന്നുള്ളത് വ്യാഖ്യാനിക്കാനും അതേപോലെ അത് വിശകലനം ചെയ്ത് ജനങ്ങളെ മുമ്പിൽ എത്തിക്കാനും അവരെ ബോധവൽക്കരിക്കാനും ശ്രമങ്ങൾ നടത്തുന്നേയില്ല. മറിച്ച് ഇതിനോടൊക്കെ കൂട്ടുകൂടി നിന്നുകൊണ്ട് എങ്ങനെ അതിന്റെ ആനുകൂല്യം പറ്റാം എന്നുള്ളതാണ് നിൽക്കുന്നത്. നോക്കിപ്പോ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് ആത്മീയ വ്യവസായത്തിന്റെ ഒരു വലിയ പ്രതിനിധിയാണ്. അദ്ദേഹം അമൃതാനന്ദമയിയുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല, അത് ശബരിമലയുടെ ഒരു ലെവലിൽ പെടുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പോലും ഈ കോർപ്പറേറ്റിസത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഈ പുതിയൊരു കൾട്ടിന്റെ ഭാഗമാണ്. ഈ കൾട്ടിനെതിരായിട്ട് ഇന്ന് പ്രതികരിക്കാൻ, കൾട്ടിനെതിരെ നിൽക്കാൻ കേരള സമൂഹത്തിൽ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഒരുപക്ഷെ എന്നെ പോലും ഒരാൾ ആക്രമിക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അത്ര ജാഗ്രതയോടുകൂടിയാണ് ആത്മീയ വ്യവസായികൾ തങ്ങളുടെ സാമ്രാജ്യം വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും വേണ്ടി ഇന്ന് രംഗത്ത് നിൽക്കുന്നത്. അതിനെ എല്ലാ രീതിയിലും ഭരണകൂടവും മാധ്യമങ്ങളും സഹായിക്കുകയാണ്. ഭരണകൂടങ്ങളും മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള സാമ്പത്തിക ആത്മീയ ആദൈവങ്ങളും ചേർന്ന് കേരളത്തെ പഴയ
വിവേകാനന്ദൻ പറഞ്ഞ ആ ആത്മീയ ഒരു ഭ്രാന്താലയ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുപോവാണ്. നമ്മൾ ഏറ്റവും ആധുനിക കാലഘട്ടത്തിലാണ്, പക്ഷെ ഏറ്റവും പിന്തിരിപ്പൻ കാഴ്ചപ്പാടിലൂടെയാണ് കേരളം മലയാളി ഇന്ന് കടന്നു പോകുന്നത് എന്നാണ് കഴിഞ്ഞ കുറെ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വ്യക്തമാണ് ആ നിലപാട്. ശ്രീ സന്ദീപ് ആനന്ദഗിരി, ഇവിടെ രണ്ട് ആത്മീയ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സംവാദമോ തർക്കമോ അല്ലെങ്കിൽ രണ്ട് ആത്മീയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സംവാദമോ അല്ല വിഷയം. എല്ലാ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, വിയോജിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള പൗരന്റെ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്നോ, അവയുടെ മുകളിലേക്ക് പോലും വലിയ തോതിലുള്ള അടിച്ചമർത്തലുകൾ വരുന്നോ എന്ന വിഷയമാണ് ഒരുപക്ഷെ ഈ ഒരു സംഭവ വികാസത്തെ ഏറ്റവും കൂടുതൽ പ്രസക്തമാക്കുന്നത് എന്ന് തോന്നുന്നു. താങ്കൾ ഇതിനെ ആത്മീയതയുടെ ലെവലിൽ കാണാനാണോ താല്പര്യപ്പെടുന്നത്? അല്ല. ഇവിടെ സക്കറിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഗീൽബസിന്റെയും മുസോളിനിയുടെയും അല്ലെങ്കിൽ ഹിറ്റ്ലറുടെയും ഒക്കെ ഒരു പാരമ്പര്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഭീകരവാദത്തെ തുറന്ന ഒരു പൊതുവേദിയിൽ, അതായത് തുഞ്ചൻ പറമ്പ് പോലെ ഒരു സ്ഥലത്ത് ഒരു സന്യാസി പരസ്യമായി ഒരു നായയെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചതുപോലെ തല്ലുന്നത് പോലെ പരസ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഒരു ഭീകരതയെ ഐഡിയലായിട്ട് ഇവരങ്ങോട്ട് നമ്മുടെ മുന്നിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതൊരു ലോഞ്ചിങ് ആണ്, ഭീകരതയുടെ ലോഞ്ചിങ് ആണ്. ഇത് തന്നെയാണ് കൈവെട്ടലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇവർക്കെതിരെ പറയുന്നവരെ ഒരു സന്യാസി എന്നല്ല ആരായാലും ഞങ്ങൾ വകവരുത്തും എന്ന ഒരു ഭീകരവാദം, അതാണ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് സക്രിയ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ 100% നമ്മൾ അതിനെ, കാരണം ഇത് സ്വൈര്യം നമ്മുടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. DC ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കിഴക്കേ മുറിയുടെ പാരമ്പര്യം, ഇത്രയും ഹിന്ദു സംസ്കാരം, ഹിന്ദു ജനത അങ്ങേയറ്റം കടപ്പെട്ടിട്ടില്ലേ അവരോട്? എത്ര മഹാഭാരതം, എല്ലാ ഗ്രന്ഥങ്ങളും, ഏറെക്കുറെ എല്ലാ ഗ്രന്ഥങ്ങളും മലയാളികളുടെ ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ മുഴുവൻ പുറത്തിറക്കിയിട്ടുള്ളവരല്ലേ? നമുക്കൊക്കെ കടപ്പാടില്ലേ ആ ഒരു പ്രസ്ഥാനത്തോട്? അതേപോലെ ഈ തുഞ്ചൻ പറമ്പിനോട് ഒരു കടപ്പാടില്ലേ? ഇവിടെ രാമായണം എന്ന് പറയുന്ന അമരഗീതം രചിച്ച ഭൂമിയെ, തുഞ്ചൻ പറമ്പിനെ ശ്മശാനമാക്കാൻ, അതായത് ശവപ്പറമ്പാക്കാൻ അവര് ഐഡിയലായിട്ട് ഈ ഒരു കാര്യം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം അത് ആത്മീയ സംഘർഷമൊന്നുമല്ല. ഇത് ആത്മീയ സംഘർഷം എന്ന് എന്താ പറയേണ്ടത്? പിന്നെ നമ്മളൊരു ദൈവമേ അല്ല, അങ്ങനെ ഒരു ദൈവം എന്ന്, ഒരു ചെറിയ ദൈവം വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ വളരെ നിശ്ചിതമായി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് സ്കൂൾ ഓഫ് ഭഗവത്ഗീത എന്നാണ്, സന്ദീപാനന്ദഗിരി മഠം എന്നല്ല. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല, ആശ്രമത്തിൽ നമ്മുടെ ഒരു പേര് കാണില്ല സന്ദീപാനന്ദഗിരി ഒരു ഫൗണ്ടേഷൻ ഇട്ടതായിട്ട്. കാരണം നമ്മൾ രേഖപ്പെടുത്തൽ വെക്കാതെ കടന്നു പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്കൂൾ ഓഫ് ഭഗവത്ഗീത എന്നാണ് പേര്. അതിന്റെ ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ മാത്രം നിൽക്കുന്നു. അത് വ്യക്തമാണ്, താങ്കളുടെ ആ വാക്കുകൾ വ്യക്തമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, കുറെ അധികം കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട് താങ്കൾ. ഇത് കോർപ്പറേറ്റ് ആത്മീയത അതിൻ്റെ സാമ്രാജ്യത്തിനുള്ളിൽ പൗരന്മാരെ ഞെരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ സംസാരിച്ചവർ ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾ അത് ശ്രദ്ധിച്ചു കാണും. രണ്ട് ആത്മീയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കമോ ആത്മീയ സംവാദമോ ഒന്നുമല്ല വിഷയം. ഇവിടെ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, രാഷ്ട്രീയ സംവിധാനമാകട്ടെ, ഭരണകൂട സംവിധാനമാകട്ടെ, വലിയ മാധ്യമങ്ങളാകട്ടെ ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്, ഇതിൻ്റെ തണലിൽ നിൽക്കുകയാണ്. പലപ്പോഴും ഈ ആത്മീയ സാമ്രാജ്യത്തിന് തണലാകുകയും ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം ചേർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അഭിപ്രായം പറയണമല്ലോ അവന്. അത്തരം തീർച്ചയായും പരിഗണന വേണം. അമ്പലമാണെങ്കിലും ആശ്രമമാണെങ്കിലും പള്ളിയാണെങ്കിലും മോസ്ക് ആണെങ്കിലും ചർച്ച ആണെങ്കിലും റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ അവിടെ ആപ്ലിക്കബിൾ ആവണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നവരാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രത്യേക ബ്രാൻഡിനെ കരിവാരിത്തേക്കാനും, അല്ലെങ്കിൽ അവർ പറയുന്ന കോർപ്പറേറ്റ് എന്ന് പോലെ കുറെ ബ്രാൻഡിങ് വേർഡ്സ് അവരാണ് ഉപയോഗിക്കുന്നത്. അവർ കാര്യമായി ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ഇതിന്റെ എല്ലാം പിന്നിൽ കോർപ്പറേറ്റ് ആത്മീയതയാണെന്നൊക്കെ പറയുന്നതിന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, സന്ദീപാനന്ദഗിരിയുടെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദൻ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആദ്യ പ്രസിഡന്റിൽ ഒരാളായ സ്വാമി ചിന്മയാനന്ദൻ ഹൈന്ദവ സമൂഹത്തിന്റെ താല്പര്യങ്ങളെ എങ്ങനെ സംരക്ഷിച്ചു എന്നും ഇന്നും ചിന്മയ മിഷൻ എന്തുകൊണ്ട് ആത്മീയ അമൃതാനന്ദമയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഒരു കരിവാരിത്തേക്കൽ എന്ന സംശയം സാധാരണ ഹിന്ദു സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ VS അച്യുതാനന്ദന്റെ അടക്കമുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ശ്രീ VS അച്യുതാനന്ദനും VM സുധീരനും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലജിയും കോടതിയും പോലീസും അടക്കം അമൃതാനന്ദമയി എന്ന സ്ഥാപനത്തിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നത് ഇവരെ പേടിച്ചിട്ടോ ഇവരുടെ കോർപ്പറേറ്റ് ആത്മീയത കണ്ടിട്ടോ ഒന്നും അല്ല, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആത്മീയത അവരാരോപിക്കുന്നത് കണ്ടിട്ടല്ല.
പകരം ഈ ആരോപണങ്ങൾക്ക് ഡെപ്ത് ഇല്ല. ചുമ്മാ റേപ്പെന്നും അല്ലെങ്കിൽ ചുമ്മാ ബലാത്സംഗം എന്നും പറഞ്ഞ് കുറെ തെളിവ് വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്രയും വലിയൊരു സ്ഥാപനത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുമ്പോൾ ജസി ഹോഫ്മാനെ പോലുള്ളവരെ വായിക്കുകയാണെങ്കിൽ അമൃതാനന്ദമയി അന്യഗ്രഹ ജീവിയാണെന്നൊക്കെ എഴുതുന്നത് ആർക്കാ വിശ്വസിക്കാൻ കഴിയുക? ഇനി അതിന്റെ മേലിലും അന്വേഷണം വേണമെന്ന് പറയുമല്ലോ, അമൃതാനന്ദമയി യഥാർത്ഥത്തിൽ മനുഷ്യ സ്ത്രീയാണോ അന്യഗ്രഹ ജീവിയാണോ എന്നൊക്കെ. അപ്പോ സാധാരണ ഹിന്ദു സമൂഹത്തിലെ വിശ്വാസികൾക്കും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ അജണ്ടകളുണ്ടോ എന്ന് സംശയം തോന്നുന്നു. സംഘടിതമായ വാർത്തകൾ വരുന്നു, ഫേസ്ബുക്കിലും ട്വിറ്ററിലും അടക്കമുള്ള പോസ്റ്റുകൾ സംഘടിതമായി ഇടുന്നു, അവയ്ക്കൊരു ഫണ്ടിങ് സ്വഭാവം ഉണ്ടാവുന്നു. ഇത്തരം സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അതൊക്കെ ഇരുന്നാൽ തന്നെ എന്ത് ഗൂഢാലോചനയാണെങ്കിലും കായികമായി ഇതിനെ എതിരിടുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. ഒരു സംവാദത്തിന് ആർക്കും മടിയില്ല. ആ സംവാദത്തിൽ കേരള സമൂഹത്തിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക ഞങ്ങളുടെ കാഴ്ചപ്പാടിനാണ്, ഞങ്ങളുടെ പാരഡൈമിനാണ്. അത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ എതിരഭിപ്രായങ്ങളും വെച്ചുകൊണ്ട് തന്നെ സന്ദീപാനന്ദഗിരി സ്വാമി പെട്ടെന്ന് തിരിച്ച് ഹെൽത്ത് റിക്കവർ ചെയ്യട്ടെ, അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്ക് വരട്ടെ എന്നും DC രവി എന്ന വലിയ പ്രസ്ഥാനത്തോട്, DC ബുക്സ് എന്ന വലിയ പ്രസ്ഥാനത്തോടും രവിസാറിനോടും ഏറ്റവും താഴ്മയായി ഖേദം പ്രകടിപ്പിക്കാനും ഒരു വിശ്വാസിയും മറക്കില്ല. പക്ഷേ അവസരങ്ങൾ മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുകയാണെങ്കിൽ ഇനിയും ആശയപരമായ പ്രതിരോധം തീർച്ചയായും ഉണ്ടാകും. അതൊരിക്കലും ആയുധപരമായി പോകില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാണെങ്കിൽ. റൈറ്റ്, വ്യക്തമാണ് ആ വാക്കുകൾ. ശ്രീ രവി DC, IPC 295A പ്രകാരം മനഃപൂർവ്വമായുള്ള വിദ്വേഷജനകമായ വിധത്തിലുള്ള മതനിന്ദ, മതങ്ങളെ ആക്ഷേപിക്കൽ ഇവ പാടില്ല, ഇത് കുറ്റകരമാണ്. ആ നിലയ്ക്ക് പുസ്തക പ്രസാധനം ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടോ? ഇവിടെ ഗെയിൽ ട്രെഡ്വെൽ എന്ന സന്യാസിനി നടത്തിയ ഒരു അഭിമുഖമാണ് നിങ്ങൾ പുസ്തകമാക്കി വിൽക്കുന്നത്. ഇതിനെ നിയമപരമായും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പെൻഗ്വിൻ പോലെയുള്ള അന്താരാഷ്ട്ര പ്രസാധകർ നേരിട്ടത് അതാണ്. അലെഫ് ബുക്സ് കേസ് നേരിടുന്നുണ്ട്. അവർ ഇപ്പോൾ അവരുടെ ബുക്ക് സ്റ്റാളുകളിൽ നിന്നൊക്കെ ഔദ്യോഗികമായി അല്ലെങ്കിൽ പോലും ഓൺ ഹിന്ദുയിസം എന്ന് പറയുന്ന പുസ്തകം പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതുപോലെയുള്ള സമാനമായ സാഹചര്യങ്ങൾ, ഇത് കേരളമാണ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം എങ്കിലും ഭയപ്പെടേണ്ടതല്ലേ? ഒന്ന്, ഇത് ഒരു ഹിന്ദു മതത്തിനെതിരെയുള്ള പുസ്തകമായിട്ട് ഇത് വായിക്കുന്ന ഒരു വ്യക്തിയും പറയില്ല. രണ്ട്, ഇതൊരു TV ഇന്റർവ്യൂ ആയിട്ട് ഓൾറെഡി ഇതിനകം വന്നു കഴിഞ്ഞ ഒന്നാണ്. ഇനി പുസ്തകം നിരോധിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ രണ്ടാമൂഴവും പ്രൈസലോടും ധർമ്മപുരാണമൊക്കെ പണ്ടേ നിരോധിക്കേണ്ടായിരുന്നു. കാരണം ഒന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ പ്രസിദ്ധീകരണ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മലയാളത്തിൽ എഴുതപ്പെട്ട ഒട്ടുമിക്ക നോവലുകളും അല്ലെങ്കിൽ വളരെ അധികം മാസ്റ്റർ പീസ് പറയുന്ന പല നോവലുകളും ഇക്കണക്കിനാണെങ്കിൽ ബാൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞു. റൈറ്റ്. കവി സച്ചിദാനന്ദൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ സച്ചിദാനന്ദൻ, പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് പ്രസാധകൻ ആക്രമിക്കപ്പെടുന്നു കേരളത്തിൽ. വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ആത്മീയ പ്രഭാഷകൻ ആക്രമിക്കപ്പെടുന്നു കായികമായി, അതും കേരളത്തിലാണ്. താങ്കൾക്ക് എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ ഈ സ്ഥിതിവിശേഷത്തിൽ? സമീപകാലത്തെ കേരളത്തിന്റെ പൊതുവായ സാമൂഹിക ഗതി കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞുകൂടാ. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സാംസ്കാരിക രംഗം പൊതുവേ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ടുമെന്ന്. അതിൽ വർഗീയത പല രൂപങ്ങളിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അതിന്റെ ചില വിസ്ഫോടനങ്ങളായിട്ടാണ് ഈ രണ്ട് സംഭവങ്ങളെയും ഞാൻ കാണുന്നത്. സന്ദീപാനന്ദഗിരിയെ ആക്രമിച്ച ആളുകളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അത് RSSകാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെയും അതിന്റെ പൊതുവായ ലക്ഷണങ്ങളിൽ നിന്ന് നാം കാണുന്നത് അത് RSSൽ തന്നെ പെട്ട ആളുകളാണ് DCയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞതും പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെതിരായിട്ട് പ്രതികരിച്ചതും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ആ പുസ്തകത്തിനെതിരെ, വെല്ലി ഡോണിഗറുടെ പുസ്തകത്തിനെതിരെ എന്ന പോലെ ഒരു കേസും ഉടനെ തന്നെ അവർ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ വാസ്തവത്തില് DC ഏത് നിലപാടെടുക്കും എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ വിചാരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നിലനിൽക്കുമെന്നാണ്. കാരണം ഒരു മതത്തിന് എതിരായിട്ട് മാത്രമല്ല, അവർ പലതരത്തിലുള്ള പുസ്തകങ്ങൾ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാരശ്ശേരിയുടെ പുസ്തകം അല്ലെങ്കിൽ ഹമീൽ ചേന്നമംഗലൂരിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സിസ്റ്റർ ജസ്മിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പല മതങ്ങളെയും വിമർശിച്ചുകൊണ്ടുള്ള, യേശു ജീവിച്ചിരുന്നതിനെ ഒന്ന് സംശയിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പല മതങ്ങളെയും വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ. അപ്പോഴൊന്നും തന്നെ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നൊന്നും തന്നെ ഈ തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വളരെ വളരെ തീവ്രവാദപരമായ ഒരു പ്രതികരണമാണ്.
കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നത് എഴുത്തുകാരും പ്രസാധകരും എല്ലാവരും ഒന്നിച്ചു നിന്ന് നേരിടേണ്ട ഒരു പ്രതിസന്ധിയാണ് എന്ന് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ ഒരു സാംസ്കാരിക പ്രതിരോധം ഏതളവ് വരെ സാധ്യമാകും എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയല്ലേ ഈ വിഷയത്തിൽ? നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും വേട്ടക്കാരുടെ ഒപ്പമല്ലേ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ആ പ്രസ്ഥാനങ്ങളുമൊക്കെ വലിയ മാധ്യമങ്ങളൊക്കെ? അങ്ങനെ ഒരു സാഹചര്യം കൂടിയില്ലേ? യഥാർത്ഥ പ്രശ്നം പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനോ അതിനെ ശരിയായ പ്രചാരണം നൽകാനോ പ്രതിരോധം ശക്തിപ്പെടുത്താനോ ഉള്ള പരിശ്രമം നടത്തുന്നില്ല എന്നതാണ്. പല പല കാരണങ്ങൾ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എനിക്ക് തോന്നുന്നു മുന്നണി രാഷ്ട്രീയം തന്നെയാണ്. ഏതെങ്കിലും മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളോട് വിരോധമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ അതിനെ ചെറുക്കാൻ മടിക്കുന്നുവെങ്കിൽ പൊതുവെ അതിൽപ്പെട്ട എല്ലാ മാധ്യമങ്ങളും തന്നെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ്. ആ നിശബ്ദത ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വളം വയ്ക്കുന്നുണ്ട്, അതിനൊരു പ്രേരണയായിട്ട് മാറുന്നുണ്ട്. അപ്പം ഓരോ സംഭവം കഴിയുമ്പോഴും അതൊരു തരത്തിൽ ടെസ്റ്റുകളാണ്. വാസ്തവത്തിൽ ഒരു സംഭവം കഴിഞ്ഞിട്ട് പ്രതികരണമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ വലിയൊരു സംഭവത്തിലേക്ക് നീങ്ങാനുള്ള ധൈര്യം ഈ അക്രമികൾ ആരായാലും ഈ അക്രമികൾക്ക് ലഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും എഴുത്തുകാരും പ്രസാധകരും ഒക്കെ ഒന്നിച്ചു നിന്ന് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ മാത്രമേ ഒരുപക്ഷെ നമുക്ക് ഒരു വലിയ പ്രതിരോധ നിര കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. റൈറ്റ്, വ്യക്തമാണ്. ശ്രീ എൻ പത്മനാഭൻ, കുറ്റകരമായ ഒരു മൗനത്തിന്റെ പ്രശ്നം കൂടി ഉണ്ട് ഈ വിഷയത്തിൽ. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവ ഒരു തരത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പൊതുബോധം ഇത്തരം വിഷയങ്ങളിൽ വളർന്നു വരുമെന്ന വിദൂരമായ പ്രതീക്ഷയെങ്കിലും താങ്കൾക്കുണ്ടോ? കുറ്റകരമായ മൗനമല്ല, വളരെ ബോധപൂർവവും സൗകര്യപ്രദവുമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ കാര്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഹലോ, കേൾക്കാം. ഹലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കണ്ണടച്ച ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ സന്ദീപ് ആനന്ദഗിരിയെ ആക്രമിച്ച സംഭവം ജനങ്ങൾ അധികം വായിക്കുകയും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുഖ്യധാര പത്രങ്ങൾ എത്ര അപ്രധാനവും അവഗണനാപൂർവമായിട്ടാണ് അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില പത്രങ്ങൾ അതിനെ കണ്ടിട്ട് പോലുമില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതിങ്ങനെ ഓരോ ഉത്സവങ്ങൾ, അമ്പലങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ ഇതൊക്കെ ഇന്ന് കേരളത്തിൽ വൻ തോതിൽ ആഘോഷിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതൊരു വലിയ ബിസിനസ്, ഒരു വാണിജ്യ പ്രക്രിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരു 10-15 വർഷം മുമ്പുള്ള തൃശ്ശൂർ പൂരം അല്ല ഇന്നത്തെ തൃശ്ശൂർ പൂരം. അപ്പം ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ആത്മീയ വാണിജ്യം, ആത്മീയ വ്യവസായം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയിൽ അവരാദ്യം മാധ്യമങ്ങളെ വായടപ്പിച്ചു. ധാരാളം പണവും പരസ്യങ്ങളും നൽകി മാധ്യമങ്ങളുടെ സംസാരിക്കാനുള്ള ആ ബോധത്തെ, ആ ഒരു അഭിവാഞ്ഛയെ ഇല്ലാതാക്കി മാറ്റി. അതേപോലെ ഇതിനെ ആരെങ്കിലും എതിർക്കുകയോ അല്ലെങ്കിൽ ഒരു സംവാദം നടത്താനുള്ള സാധ്യതകൾ ആരെങ്കിലും തുറന്നാൽ അതിനെ അവഗണിക്കുകയും അത് ശരിയല്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ സാമൂഹ്യ വിരുദ്ധരും ഒക്കെ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം വരികയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ വളരെ നിരാശയാണ് ഇന്നത്തെ കേരളത്തെ കുറിച്ച് തോന്നുന്നത്. ഒരു 10-20 വയസ്സുള്ള കാലത്ത് കോളേജൊക്കെ പഠിക്കുമ്പോൾ ഞാനും എന്റെ തലമുറയൊക്കെ വിചാരിച്ചിരുന്നത്, ഞങ്ങളുടെ തലമുറയ്ക്ക് ഈ പ്രായമൊക്കെ ആവുമ്പോൾ സമൂഹത്തിൽ നിന്നും അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒക്കെ മാറി വളരെ പുരോഗമനപരവും ഒക്കെ ആയിട്ടുള്ള, സൃഷ്ടിപരവും ഒക്കെ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാകുമെന്നായിരുന്നു. ഇപ്പോൾ ഈ പുതിയ കോർപ്പറേറ്റ് കാലം എല്ലാ തരത്തിലുള്ള അത്തരം സ്വപ്നങ്ങളെയും സ്വപ്നങ്ങൾ അരച്ച ശേഷം അതിന്റെ മേലെ ഇത്തരത്തിലുള്ള ഒരുപാട് ഈ കോർപ്പറേറ്റ് അഭിവാഞ്ഛകൾ ഇങ്ങനെ മുളപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ യുവതലമുറയും ഈ സമൂഹം ആകെ തന്നെ
ആശ്രയിച്ചു പോരുന്നത്. തീർച്ചയായും അതാണ് താങ്കളുടെ നിലപാടുകൾ. ശ്രീ സച്ചിദാനന്ദൻ, ചോദ്യപേപ്പർ വിവാദത്തിൽ ഉൾപ്പെട്ട അധ്യാപകന്റെ ഭാര്യ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ച ആളുകൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ഞെട്ടിക്കുന്ന തരത്തിലാണ് കേരളം കേട്ടത്. അത്രമേൽ അസഹിഷ്ണുത പടർന്നിട്ടുണ്ട്. ഇതിനെ ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധം കൊണ്ടാണ് നേരിടാൻ പറ്റുക? അതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ശ്രീ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ ടെലിഫോൺ കട്ടായി എന്ന് കരുതുകയാണ്. ശ്രീ രവി DC, എന്തായാലും വളരെ വലിയ ഒരു സമ്മർദ്ദം നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നിലവിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മാധ്യമങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവർ മൗനത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ സംസാരിച്ച എഴുത്തുകാരൊക്കെ പ്രതീക്ഷിക്കുന്നത് പെൻഗ്വിൻ സ്വീകരിച്ച ഒരു നിലപാട് ഇക്കാര്യത്തിൽ DC കാണിക്കുകയില്ല, അങ്ങനെ ഒരു നിലപാട് പിന്തുടരുകയില്ല എന്ന് തന്നെയാണ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹം തീർച്ചയായും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നുമായിരിക്കും. നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ തീർച്ചയായും അത് പൊതുസമൂഹത്തിന് ഏൽക്കുന്ന ഒരാഘാതം കൂടിയാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ ഈ ചർച്ച അവസാനിപ്പിക്കാമോ? തീർച്ചയായും. വളരെ നന്ദി ശ്രീ രവി DC, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സച്ചിദാനന്ദൻ, ശ്രീ N. പത്മനാഭൻ, ശ്രീ സക്കറിയ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്.